വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ പേര് അങ്ങനെ ഇന്നെല്ലാവരുടെയും വിശേഷം. അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയ വ്ളോഗാണ് ചെയ്യാനായിട്ട് പോകുന്നത്. കാലത്ത് തുടങ്ങി വിചാരിക്കണതാണ് വ്ളോഗ് ചെയ്യണമെന്ന്. ഞാൻ കുറേ ഐറ്റംസ് ഓർഡർ ചെയ്തിട്ട് അതിൻ്റെ വീട്ടിലോട്ട് കൊറിയർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ പോകണമായിരുന്നു. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എടുത്തിടും, എന്നിട്ട് ചെറുതായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഇറങ്ങാമെന്ന് കരുതിയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴേക്കും മഴ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് മഴ കുറയട്ടെ എന്നിട്ട് ഇറങ്ങാമെന്ന് കരുതിയിട്ട് വീണ്ടും ഒന്ന് തോർന്ന് ജസ്റ്റ് ഇറങ്ങാനായിട്ട് നമ്മൾ തയ്യാറെടുത്ത് വരുമ്പോഴേക്കും വീണ്ടും മഴയോട് മഴ. അങ്ങനെ ഞാൻ വിചാരിച്ചു അന്ന് ഉച്ചയാവട്ടെ, ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാതെ. അവസാനം ഉച്ചയായി. മീൻ വറുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാമെന്ന്. ഇപ്പോൾ കുറച്ച് വെയിൽ കണ്ടു ഞാൻ. അപ്പോൾ ഞാൻ വേഗം ഡ്രസ്സൊക്കെ എടുത്ത് സ്കിൻ കെയർ ചെയ്യാൻ വന്നപ്പോൾ വീണ്ടും നല്ല ഉഗ്രം മഴ. പെട്ടെന്നല്ല മഴ പെയ്യണത്, പെട്ടെന്ന് കാരൊക്കെ വന്ന് ആകെ ഇരുട്ട് മൂടി മഴ തുടങ്ങി. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ടും ഇറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് സ്കിൻ കെയർ ഒക്കെ ചെയ്യാം. ആകെ ഒരു ഉറക്കച്ചടവൊക്കെ ഉണ്ട് ഫേസിൽ, വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ മീൻ നന്നാക്കാനൊക്കെ ഉണ്ട് കുറച്ച്. നമ്മൾ ചെമ്മീനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നാക്കണം. വീട്ടിൽ പോയിട്ട് അതൊക്കെ എടുത്ത് വന്നിട്ട് ബാക്കി ചെയ്യാമെന്നുള്ള പ്ലാനിലായിരുന്നു ഞാൻ. ഇനിയിപ്പോൾ എന്താ ഉണ്ടാവാന്നറിയില്ല. ഈ വിൻഡോ കൂടെ കാണുന്നുണ്ടോന്ന് അറിയില്ല. മഴ നല്ലോണം തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ശക്തിയിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി പോകാൻ പറ്റാമോ എനിക്കറിയില്ല. ഈ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകണമായിരുന്നു കടയിലോട്ട്. ഏതായാലും ഫേസ് ഒന്ന് വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് പോൺസിൻ്റെ ബ്രൈറ്റ് ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു ഫേസ് വാഷ് ആണ്. കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ലതാണ്, അഫോർഡബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണത്. ഇപ്പം അതിൽ വേറെ ഉണ്ട്, ഡെർമാവൈവിൻ്റെ ക്ലെൻസർ ഇരിപ്പുണ്ട്. പക്ഷെ ഇത് യൂസ് ചെയ്യുമ്പോൾ എന്താ ഒരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഫേസിന്. വളരെ കുറച്ചെടുത്തിട്ട് ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്യട്ടെ. ഫേസൊക്കെ വാഷ് ചെയ്തു കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു പോൺസിൻ്റെ സൺസ്ക്രീൻ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, സൺ മിറാക്കിൾ. ഇത് കഴിഞ്ഞു കേട്ടോ, ഇനി എനിക്ക് വാങ്ങിക്കണം. ഇത് അത്യാവശ്യത്തിന് നല്ലതാ, ഫേസിനൊരു ഗ്ലോയും കാര്യങ്ങളൊക്കെ നമുക്ക് തരും കേട്ടോ. കണ്ടോ, ഇതൊരു സൺസ്ക്രീൻ വളരെ കുറച്ച് മതി. ഫേസിനും നെക്കിനും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മുടെ ഈ ഒരു സ്ട്രോപ്പ് ക്രീം, ഇത് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഹൈൻഡ്സിൽ മാത്രം ഒന്ന് ടച്ച് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ അവസ്ഥ കണ്ടില്ലേ, കളറൊക്കെ പോയി ഈ ഒരു ട്യൂബിൻ്റെ. ഞാൻ അങ്ങനെ വല്ലാണ്ട് എപ്പോഴും യൂസ് ചെയ്യാറൊന്നുമില്ല, വല്ലപ്പോഴും കുറച്ച് ശേഷമൊക്കെ ഇടും. കണ്ട അത്രയൊക്കെ ഒരു പീ സൈസാണ് കേട്ടോ ഞാൻ എടുക്കുള്ളൂ. കണ്ട അതിൻ്റെ ആവശ്യമുള്ളൂ, കാരണം നമ്മുടെ സൺസ്ക്രീൻ തന്നെ നല്ല ഗ്ലോ ഉണ്ട് കേട്ടോ ഇടുമ്പോൾ ഫേസിൽ. കണ്ടോ ചെറിയൊരു ഗ്ലോ അല്ലേ സൺസ്ക്രീനിന് തന്നെ. ഇനി ഇത് നമ്മുടെ ഹൈൻഡ്സിൽ കുറച്ചൊന്നും ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാം. ഇത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും കേട്ടോ. കണ്ട ഫേസിൽ ഒരു ഗ്ലോ ഒക്കെ ഇല്ലേ. ഇനി വേണമെങ്കിൽ ഒരു CC ക്രീം ആവാം. ഇത് മിസ് ക്ലെയറിൻ്റെ CC ക്രീമാണ്. അപ്പം അത് ഒരു പൊടിക്ക് തന്നെ കേട്ടോ, വളരെ കുറച്ചാണ് ഞാൻ അപ്ലൈ ചെയ്യുള്ളൂ, അധികമൊന്നും വേണ്ട. കണ്ട കുറച്ചെടുത്താൽ തന്നെ ഫേസിൽ ഇങ്ങനെ ഒരു ഡോട്ട്, ചെറുതായിട്ട് ചെറിയ ഡോട്ടുകൾ ഇട്ട് കൊടുക്കാനുള്ള അത്രയും എടുത്തിട്ട് നമ്മൾ നല്ല രീതിക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ഈ സാധനങ്ങളുടെ ഒക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാനായിട്ട് ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. സ്കിൻ കെയറും മേക്കപ്പും ഒക്കെ വേഗം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഞാൻ കഴുത്തിലൊന്നും അങ്ങനെ അപ്ലൈ ചെയ്തിട്ടില്ല, ഫേസിൽ മാത്രം ഇട്ടിട്ട്. കുറച്ച് ലിപ്സ്റ്റിക്കും കൂടി ആവാം. ഇത് മെബലൈൻ്റെ വോയാഗർ എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം വളരെ ലേറ്റായിട്ട് മാത്രം ഈ ഒരു ലിപ്സ്റ്റിക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ലേറ്റായിട്ട്, ചിലപ്പോൾ ഇത് ഫുഡ് കഴിക്കുമ്പോൾ പോകും. ഇനി നമ്മുടെ ലാക്മിയുടെ ഐലൈനർ വെച്ചിട്ടൊന്ന് വാലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാര്യമായിട്ടുള്ളതൊന്നുമല്ല, എന്നാലും കടയിലൊക്കെ പോകുന്നതുകൊണ്ട്. ചേട്ടാ കണ്ടോ, നമ്മുടെ കൊറിയറുകളൊക്കെ ഇവിടെ നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട്. വീട്ടിൽ പോയി മഴയൊക്കെ ഒന്ന് തോർന്നപ്പോൾ പോയി കൊറിയറൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ. ആ ഇങ്ങോട്ട് ഇരിക്കുന്ന ആമീനെ കാണുന്നു. കൊറിയർ
നമ്മുടെ ഫേഷ്യൽ റേസർ ആയിരുന്നു കേട്ടോ, മുറിച്ചൊക്കെ പോയതായിരുന്നു, കേടായി. ഞാൻ വേറെ എടുത്തിട്ട് വരാട്ടാ നീ. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം. ദാമിര സാധന ഇതത്ര വലിപ്പൊന്നുമില്ല അല്ലേ, ഇതത്ര വലിപ്പൊന്നുമില്ല കേട്ടോ ഗൈസ്. ഞാൻ വെച്ച് ഭയങ്കര വലുതായിരിക്കുന്നു. ഇതൊന്നുമല്ല, ഇത് ആമിക്ക് ടോയ്സ് ഇട്ട് വെക്കാനായിട്ട് നമ്മൾ ഓർഡർ ചെയ്തതാണ് കേട്ടോ. പക്ഷെ ഇതിന് വലിയ വലിപ്പൊന്നുമില്ല. ഞാൻ വിചാരിച്ചത് ഭയങ്കര വലുതായിരിക്കുന്ന. ഓക്കെ, അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ ലോണ്ടറി ബാസ്ക്കറ്റ് ആണ്. ഇത് ആമിക്കുട്ടിക്ക് നമ്മൾ ടോയ്സ് ഇട്ട് വെക്കാനായിട്ട് വാങ്ങിയതാണ് കേട്ടോ. ലോണ്ടറീസ് ഇട്ട് വെക്കാൻ എനിക്ക് ഓൾറെഡി ഒരു ബാസ്ക്കറ്റ് ഉണ്ട്, പക്ഷെ അത് ഇതിലൊക്കെ വലിപ്പമുണ്ട് കേട്ടോ. ഞാൻ ഇതാ ഒരു ഇമേജിൽ കണ്ടപ്പോൾ നല്ല വലുതായിരിക്കണം കരുതി വാങ്ങിയതാണ്, പക്ഷെ അത്ര വലുപ്പമൊന്നും ഇതിലില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ വീലൊക്കെ വരുന്നുണ്ട്, വീൽസ് ഉണ്ട് കണ്ട. ഇങ്ങോട്ട് വേണമെങ്കിൽ വലിച്ചിങ്ങനെ കൊണ്ടുപോവാം. അടുത്ത നമ്മുടെ കൊറിയർ നമ്മൾ പൊട്ടിക്കാണ് കേട്ടോ. ഇതെനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്, ഗ്രീൻ മാറ്റാണ്. ഞാനിത് വലുതൊരെണ്ണം ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ വീഡിയോസിൽ ഞാൻ വാങ്ങിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഞാൻ ഒരെണ്ണം വലുത് വാങ്ങിയിട്ടുണ്ട്. കണ്ട നല്ല രസമില്ലേ കാണാൻ, സൂപ്പർ സാധനമാണ്. ഇതിൻ്റെ വലിപ്പം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഗ്രീൻ മാറ്റ് അത്യാവശ്യം വലിപ്പമുണ്ട്. നല്ല വലിപ്പമുണ്ട് അല്ലേ, നല്ല വലിപ്പമുണ്ട് ഇതിന്. നമുക്ക് രണ്ടായിട്ട് വേണമെങ്കിൽ മുറിച്ചിടാം. വേണ്ട അല്ലേ, എന്താ വേണ്ട, അത്ര വലിപ്പമുണ്ട്, നല്ലതാ. ഇത് കൊറിയർ നമുക്ക് പൊട്ടിക്കാം. ഇതൊരു ടേബിൾ റണ്ണർ ആണെന്നാണ് ഞാൻ വിചാരിക്കണത് കേട്ടോ കണ്ടിട്ട്. ഞാനൊരു ടേബിൾ റണ്ണർ അല്ല, ഇതൊരു കാർപ്പറ്റ് ആണ് കേട്ടോ. ഈ ഒരു കാർപ്പറ്റാ, അവിടെ കിടക്കുന്നുണ്ട്. ഇതവിടെ കൊണ്ട് വിരിച്ചിട്ടോ. ഇത് നല്ലതാണ് കേട്ടോ അത്യാവശ്യത്തിന്. ഇതിവിടെ എങ്ങനെ ഇട്ടോ, ഇവിടെ ഇട്ടോ. അപ്പൊ ഇതായിരിക്കും നമ്മുടെ ടേബിൾ റണ്ണർ. നോക്കട്ടെ, അല്ല ഇത് നമ്മുടെ മോപ്പ. ഈ മോപ്പ് ഉണ്ടല്ലോ, ഞാൻ രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ വട്ടാണ് ഇത് ഓർഡർ ചെയ്യണേ കേട്ടോ. ഫസ്റ്റ് തവണ ഞാൻ ഓർഡർ ചെയ്തിട്ട് അത് റിട്ടേൺ ആയി, പിന്നെ ഞാൻ ഓർഡർ ചെയ്തു റിട്ടേൺ ആയി. അതെ, മൂന്നാമത്തെ തവണയാണ് ഇപ്പം നമ്മുടെ കയ്യിൽ കിട്ടണത്. ഇത് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ, ആ കലമ്പായിട്ട് വന്നിട്ടുള്ളത്. വർക്കിംഗ് ആയാൽ മതിയായിരുന്നു സംഭവം. പാക്കേജിങ് ഒന്നും പോരാ കേട്ടോ. ഇത് യൂസ് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ഗുണം എങ്ങനെ ഉണ്ടെന്ന് അറിയുള്ളൂ. ആകെ പൊടി പിടിച്ചിട്ടൊക്കെ ഇരിക്കണം. ഇങ്ങനെ ഇതിൽ വാട്ടർ സ്പ്രേ ചെയ്തിട്ട് നമ്മൾ മോപ്പ് ചെയ്യില്ലേ, ആ ഒരു ടൈപ്പ് സാധനമാണ്. നമുക്ക് നോക്കി നോക്കാം കേട്ടോ തുടച്ചിട്ട് എങ്ങനെയുണ്ടെന്ന്. ഇനി അടുത്തത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഇത് ഏത് കാർപ്പറ്റാ? ഇത് കാർപ്പറ്റ് അല്ല കേട്ടോ, ഇത് ബാസ്ക്കറ്റാ. ഈ ബാസ്ക്കറ്റിൽ ഞാൻ എൻ്റെ സാധനങ്ങൾ, അതായത് പലചരക്ക് ഐറ്റംസ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ ഇട്ട് വെക്കാനായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു ബാസ്ക്കറ്റാണ് കേട്ടോ അത്. ഇത് നല്ല നല്ല ഭംഗിയുള്ള ഒരു ബാസ്ക്കറ്റാണ്, കാണാനൊക്കെ നല്ല രസമുള്ളതാണ്. ഇതിന്റെ ഷേപ്പ് ഏതാന്ന് തന്നെ മനസ്സിലാവാത്ത അവസ്ഥയിൽ ഭഗവാൻ. ഇങ്ങനെ പിടിക്കാം കേട്ടോ, അതിൽ കുറെ ഐറ്റംസ് ഒക്കെ വെക്കാം. ഇത് ടേബിൾ റണ്ണർ അല്ല, കണ്ട ഇങ്ങനത്തെ ഒരു ഷീറ്റാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള ഷീറ്റാണ്. പിന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്, നമുക്ക് ഇത് പൊളിച്ചു നോക്കാം. ഇതാണ് ടേബിൾ റണ്ണർ. ഇതാണ് നമ്മുടെ ടേബിൾ റണ്ണർ. ഡെസ്ക് ടോപ്പ് ഓർഗനൈസർ ആണ് കേട്ടോ. ഇതേ കണ്ടോ, നമുക്ക് നമ്മുടെ ക്രീമുകള് കാര്യങ്ങള് ഒക്കെ നമ്മുടെ ഡെസ്ക് ടോപ്പിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഇല്ലേ, അല്ലറ ചില്ലറ ഐറ്റംസുകൾ
അതൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓർഗനൈസറാണ് കേട്ടോ. അങ്ങനത്തെ ഒരെണ്ണം കൂടെ എനിക്ക് വാങ്ങിക്കണം എന്നുണ്ട്. ഇതിൽ നമുക്ക് ഒത്തിരി ഐറ്റംസ് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് ഇതും കൂടെ പൊളിച്ചു നോക്കാം കേട്ടോ നമുക്ക്. ഇതാണ് അവസാനത്തെ. ഇനി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷെ എത്തിയിട്ടില്ല, കുറച്ച് ദിവസം പിടിക്കും എത്താനായിട്ടേ. ഇതെന്താ സംഭവം എന്നറിയോ? ഇത് ഇങ്ങനത്തെ പ്ലേറ്റുകളാ. കണ്ട നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, പല കളർ. ഇത് കണ്ട ഇങ്ങനെ പല കളറിലുള്ള പ്ലേറ്റുകൾ, നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. നമുക്ക് ഫുഡൊക്കെ വെക്കുമ്പോൾ ഇങ്ങനത്തെ പ്ലേറ്റുകളിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ. ഇത് കണ്ടോ ഇങ്ങനത്തെ പ്ലേറ്റുകളാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് വെക്കാൻ പറ്റി മാറ്റ് കളറിൽ വരുന്ന നല്ല ഭംഗിയില്ലേ ഇത്. സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ ഓർഡർ ചെയ്യാറുള്ളത്. അവിടെ ഇങ്ങനെ വന്നിരുന്ന് കുറേ ആകുമ്പോൾ ഞാൻ പോയി എടുക്കാറാണ് പതിവ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാം കൂടി പൊട്ടിച്ച് നോക്കിയപ്പോഴേ കുറേ കാർഡ്ബോർഡ് പെട്ടികളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തു. വാങ്ങിച്ച സാധനങ്ങളൊക്കെ അതത് സ്ഥലങ്ങളിലൊക്കെ വെച്ച് എല്ലാം വർക്കിംഗ് കണ്ടീഷനാണോ എന്ന് കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കി. പ്രത്യേകിച്ച് ആ ഒരു ഫ്ലോർ മോപ്പ്, അതിൻ്റെ കാര്യത്തിലേക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം പാക്കേജിങ് തന്നെ പോരായിരുന്നു, ആകെ പൊട്ടി പൊളിഞ്ഞ് ഒരു ചീന്തിയ അവസ്ഥയിലാണ് കേട്ടോ ആ ഒരു ബോക്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ തുറന്നു നോക്കിയപ്പോഴും ആകെ ഡസ്റ്റ് പിടിച്ചിട്ട് പൊടിയൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു ആ ഒരു മോപ്പ്. എല്ലാം ഫിക്സ് ചെയ്ത് അവസാനം ആ ഒരു റീഫില്ല് ചെയ്യണ സംഭവമില്ലേ, ഒരു ബോക്സില്ല, അതിൽ വാട്ടറൊക്കെ ഫില്ല് ചെയ്ത് നമ്മളിങ്ങനെ തുടച്ചൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ സാധനം സൂപ്പറാണ്, സെറ്റാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ബക്കറ്റിൽ വെള്ളമൊന്നും കൊണ്ട് നടക്കണ്ട. അടി കഴിഞ്ഞിട്ട് ഫ്ലോറൊക്കെ ഒന്ന് അടിച്ച് വാരി ക്ലീൻ ചെയ്ത ശേഷം ഇതിൽ വെള്ളം ഫില്ല് ചെയ്ത് സ്പ്രേ ചെയ്ത് ജസ്റ്റ് ഒന്ന് മോപ്പ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ആ ഒരു മോപ്പിൻ്റെ അവിടത്തുള്ള ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് ഉണ്ട്, അത് നമുക്ക് റിമൂവ് ചെയ്തിട്ട് വാഷിംഗ് മെഷീനിലൊക്കെ കയറിയിട്ട് മെഷീൻ വാഷോ ഹാൻഡ് വാഷോ ഒക്കെ ചെയ്തിട്ട് വീണ്ടും ഇട്ട് കൊടുത്ത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. ഞാനത് ശരിക്കും ഫിക്സ് ചെയ്ത് ക്ലീൻ ചെയ്യാൻ നേരത്തെ ആമിക്കുട്ടിയാണ് കേട്ടോ ഞാൻ തട്ടിപ്പറിച്ച് വാങ്ങിയിട്ട്. അവളാണ് കുറേ നേരം തുടയ്ക്കുന്നുണ്ടായിരുന്നു, അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കിടാങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം, സൂപ്പർ സാധനമാണ് കേട്ടോ. അങ്ങനെ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് രാത്രിക്കിലേക്ക് ചെമ്മീൻ കറി വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ചെമ്മീൻ കിട്ടിയെന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി ഞാൻ വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ. ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിക്ക് റോഡ് സൈഡിൽ നല്ല അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീനായിരുന്നു. വിലയൊക്കെ ഉണ്ട്, പക്ഷെ നല്ല ഫ്രഷ് ആയിട്ടേക്ക് ഫീൽ ചെയ്തിട്ടാണ്. എല്ലപ്പോഴും ഇങ്ങനത്തെ കിട്ടുള്ളൂ. പിന്നെ കുഞ്ഞു സാധനങ്ങളൊക്കെ കിട്ടുക, അതാണെങ്കിൽ ക്ലീൻ ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ചെമ്മീൻ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ വൃത്തിയാക്കുക, തൊലി കളയാന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ കുറേ ആകുമ്പോഴും അതുപോലെ കുഞ്ഞു ഈ പൊടി സാധനങ്ങളൊക്കെ കിട്ടില്ലേ, അതെനിക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഈസി ആയിട്ട് തൊണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു പോരും കേട്ടോ, വലിപ്പമുണ്ടല്ലോ. അതുകൂടാണ് നമ്മളിത് പെട്ടെന്ന് പറഞ്ഞു പോരാനായിട്ട് ഞാനൊരു വട്ടയെ വെള്ളം തിളപ്പിച്ചിട്ട് അതിലോട്ട് ഈ ചെമ്മീൻ കുറച്ച് നേരം ഇട്ട് വെച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും, ഒരു പിങ്കിഷ് കളറായിട്ട് വരും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ തൊണ്ട് ഇങ്ങനെ വിട്ട് പോരും കേട്ടോ. ആമിക്കുട്ടി ഇങ്ങനെ ചെമ്മീൻ നന്നാക്കണമെന്ന് നോക്കി എന്നോട് കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ കേട്ടോ, സ്കൂളിലെ കാര്യങ്ങളും അതും ഇതൊക്കെ. അവൾ ഇടയ്ക്ക് ഇതിൽ കൈയിട്ട് പരിശോധിക്കുന്നുണ്ട്, ചെമ്മീൻ ക്ലീൻ ചെയ്യാൻ തരുമോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടോ. പക്ഷെ ആകെ ഒരു സ്മെല്ലാകില്ല, അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോയിട്ട് കൊറിയറൊക്കെ എടുത്ത് വരുന്നതിന് മുന്നേ കുറേ ഐറ്റംസൊക്കെ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ നാളികേരം വാങ്ങിക്കാനായിട്ട് വിട്ടുപോയിട്ടാണ്. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാലും മതിയായിരുന്നു, പക്ഷെ ഇവിടെ ഉണ്ടെന്നുള്ളൊരു ധാരണയിൽ ഞാൻ നാളികേരം കൊണ്ടുവന്നില്ല. നമ്മൾ നാളികേരമൊക്കെ അരച്ച് കറി വയ്ക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ എൻ്റെ കയ്യിലുള്ള ഒരു നാളികേരം ആകെ കൊട്ടത്തേങ്ങ ആയിട്ടുണ്ടായിരുന്നു. ഇനി അത് ആട്ടി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ എടുക്കാം, ആ ഒരു അവസ്ഥയായി. അപ്പം അത് കറിയിലേക്ക് ഇട്ടാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ഇത് മഞ്ഞളും ഉപ്പൊക്കെ പരട്ടിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നാളെ സൺഡേ ആണ്, അപ്പോൾ നാളെ കുറച്ച് തേങ്ങയൊക്കെ വാങ്ങി കറി വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചേട്ടാ. വീട്ടിൽ നിന്ന് പോയി തേങ്ങ വാങ്ങി കൊണ്ടുവന്നിട്ട് അരച്ച് നല്ല കറി വെക്കാമല്ലോ. ഇനി പൊട്ട നാളികേരം ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ നന്നാക്കിയത് അതുപോലെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചു. കുറച്ച് ആമിക്ക് വറക്കാനായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കാലത്ത് വീട്ടിലോട്ട് പോണേലും മുന്നുച്ചയ്ക്ക് ഞാൻ ഈ ഒരു കരിപ്പിടി വറുത്ത് കഴിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കരിപ്പിടി വറുത്തിട്ടുണ്ടായിരുന്നു, കടലക്കറി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കരിപ്പിടി കുറച്ചും കൂടെ ബാക്കിയുണ്ട് കേട്ടോ, അപ്പോൾ അത് വറുക്കുന്നുണ്ട്. പിന്നെ ബാക്കി ചെമ്മീനും അതേ മസാലയിൽ തന്നെ ഞാൻ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെച്ചു കേട്ടോ. കുറച്ച് നേരം വെച്ച ശേഷം നമ്മളിതേ വറുത്തെടുക്കണം കേട്ടോ. അധികമൊന്നും എടുത്തിട്ടില്ല, കുറച്ചെടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ കറി വെക്കാനുള്ള ഒരു പ്ലാനിലാണ്. പിന്നെ ഇന്ന് പ്രിൻസ് മൂവി കിട്ടിയിട്ടുണ്ട് കേട്ടോ, OTT റിലീസായിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുകയാണ് കേട്ടോ, ആയിട്ടുണ്ടോ എന്ന്. പിന്നെ ബാക്കി നമ്മളെടുത്ത പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ബേസിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ് കേട്ടോ.
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കൊറിയറൊക്കെ എടുക്കാൻ പോണേൽ മുന്നേ. അപ്പോൾ എന്തൊക്കെ വാങ്ങിയിട്ടുള്ളതെന്ന് നോക്കാട്ടെ. മൊണാക്കോടെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. ആമിക്കുട്ടി ഉണ്ടല്ലോ അടുപ്പിച്ച് 2 ദിവസമൊക്കെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര വിശപ്പാണ്. വെക്കേഷൻ ആയി കഴിഞ്ഞാൽ ആൾക്ക് നല്ല വിശപ്പാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള സ്നാക്സൊക്കെ വാങ്ങി വെക്കണം കേട്ടോ. മിക്സ്ചർ വാങ്ങിയിട്ടുണ്ട്, പിന്നെ എള്ളുണ്ട, ഫ്രൈസ് ഇല്ല എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണത് സ്കൂളിലോട്ടൊക്കെ കൊടുത്തേക്ക് അങ്ങനത്തെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ മാവ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ, തക്കാളി, മുട്ട, പാല്, തൈര് അങ്ങനത്തെ ഒക്കെ വാങ്ങിയിട്ട് അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ നമ്മൾ ഇത് മീനൊക്കെ വറുത്ത ശേഷം ആമിക്കുട്ടിക്ക് ചോറ് കൊടുക്കുകയാണ് കേട്ടോ. പ്രിൻസ് മൂവി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ എൻജോയ് ചെയ്ത് ആമിക്കുട്ടി ചോറൊക്കെ ഉണ്ടാണ്. ആമിയുടെ ടോയ്സൊക്കെ അവൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ലോണ്ടറി ബാസ്ക്കറ്റിൽ. ഞാൻ വിചാരിച്ച പോലെ കേട്ടോ, അത് നല്ലോണം സ്പേഷ്യസ് ആണ് കേട്ടോ. അവളുടെ എല്ലാ ടോയ്സ് അതിൽ കൊണ്ടു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് ടൈം കാണാം. ബൈ.